നമസ്കാരം. ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മെയ് മാസത്തിലെ പെൻഷൻ എന്നാണ് ലഭിക്കുക, 3 കാര്യങ്ങൾ നിർബന്ധമായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തുടർന്നവർക്ക് പെൻഷനും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മെയ് മാസത്തിലെ പെൻഷനായ 1600 രൂപയും കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയായ 2-3 മാസത്തെ പെൻഷൻ ഉണ്ടായിരുന്നു. അതിലൊരു മാസത്തെ പെൻഷനായ 1600 രൂപയും കൂടി 2 മാസത്തെ പെൻഷനായ 3200 രൂപ അവരുടെ അക്കൗണ്ടുകളിൽ 20-ാം തീയതിക്ക് മുമ്പായി തന്നെ അവരുടെ അക്കൗണ്ടിലെത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായി നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതിൽ ആദ്യത്തേത് പെൻഷൻ മസ്റ്ററിംഗ് ആണ്. നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല. സർക്കാർ നിന്നുള്ള ഏതൊരു കാര്യങ്ങൾക്കും ഇപ്പോൾ മസ്റ്ററിംഗ് നിർബന്ധമാണ്. റേഷൻ കാർഡിനായാലും ശരി, പെൻഷനായാലും ശരി, സർക്കാർ നിന്നുള്ള ആനുകൂല്യം തുടർച്ചയായി ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് മസ്റ്ററിംഗ്. അത് ചെയ്യാത്ത ആളുകൾക്ക് തുടർന്ന് പെൻഷനോ സർക്കാർ നിന്നുള്ള ആനുകൂല്യങ്ങളോ ലഭിക്കുകയില്ല. അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഇത്ര കാലമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട സത്യവാങ്മൂലം നൽകണം. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഓരോ വർഷവും ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ തുടർന്ന് ലഭിക്കുകയില്ല. ഒരുപാട് ആളുകൾ ഇക്കാര്യങ്ങൾ അറിയാതെ പെൻഷനൊന്നും പുറത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്റ്ററിംഗ് ഇനി 2 മാസം കഴിഞ്ഞാൽ മസ്റ്ററിംഗ് തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായി തന്നെ നമ്മുടെ ആധാർ കാർഡ് എല്ലാം റെഡിയാക്കി വെക്കുക. നമുക്കറിയാം, ഇപ്പോൾ ആധാർ കാർഡ് തെറ്റിദ്ധരുത്താൻ നല്ല സമയം പിടിക്കുന്നുണ്ട്. ഒരുപാട് സമയം അതിനുവേണ്ടി ചിലവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് വരുന്ന സമയങ്ങളിൽ നമ്മൾ അതിൻ്റെ ആധാർ കാർഡ് തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആധാർ കാർഡിലെ തെറ്റുകൾ ഇപ്പോൾ തന്നെ തിരുത്തി മസ്റ്ററിംഗ് റെഡിയായി നിൽക്കുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.